റഷ്യ യുക്രൈൻ സംഘർഷം ഒരു വർഷത്തിലേറെയായി തുടരുമ്പോൾ ഈ ആഗോള പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിവിധ തലങ്ങളിൽ നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അടുത്തിടെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ യുദ്ധത്തിന്റെ ഗതിയെയും ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെയും സ്വാധീനിക്കാനുള്ള സാധ്യതകൾ തുറന്നു കാണിക്കുന്നുണ്ട്. പുടിനുമായി സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് ആവർത്തിക്കുമ്പോഴും റഷ്യയുടെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ട്രംപിന്റെ നിരാശയും നാറ്റോയോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടിലെ മാറ്റങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ഏറ്റവും പുതിയ പ്രസ്താവനകളിൽ ഉക്രൈൻ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് വ്ളാഡിമിർ പുടിനെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചു. ഈ പ്രസ്താവന വരാനിരിക്കുന്ന സമാധാന ചർച്ചകളുടെ സങ്കീർണതയിലേക്കും ഏതൊരു നയതന്ത്ര നീക്കവും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ചും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ ഇരുപക്ഷത്തിനും പരസ്പരം വിശ്വാസമില്ലായ്മ ഉണ്ടെങ്കിൽ ഒരു ധാരണയിലെത്തുന്നത് അതീവ ദുഷ്കരമായിരിക്കും. ട്രംപിന്റെ ഈ നിലപാട് ചർച്ചകൾക്ക് സാധ്യത ഉണ്ടെങ്കിലും അത് എളുപ്പമായിരിക്കില്ല എന്നതിന്റെ സൂചനയാണ്. എന്നിരുന്നാലും റഷ്യയുമായി നയതന്ത്രപരമായ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഈ വൈരുദ്ധ്യമുള്ള നിലപാട് ട്രംപിന്റെ നയതന്ത്ര സമീപനത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് പിന്നീട് ഒരു ഒത്തുതീർപ്പിലെത്താൻ ശ്രമിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി. ഈ സാഹചര്യത്തിലും റഷ്യയെ സമ്മർദ്ദത്തിലാക്കി ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാവാം ഈ വിശ്വാസമില്ലായ്മ പ്രസ്താവനയും. ട്രംപിന്റെ പ്രസ്താവനകൾ കൂടുതൽ ഗൗരവകരമാകുന്നത് ഉക്രൈന് ആയുധ സഹായം പ്രഖ്യാപിക്കുകയും റഷ്യയ്ക്ക് കൂടുതൽ താരിഫ് ഭീഷണി മുഴക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ്. കീവിലേക്ക് ആയുധങ്ങൾ അയക്കാനുള്ള പദ്ധതികൾ വെളിപ്പെടുത്തിയതിനു പുറമെ അടുത്ത 50 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത തീരുവ ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനാണ് ലക്ഷ്യമിടുന്നത്. താരിഫുകൾ ഏർപ്പെടുത്തുന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നത് നിസ്സംശയം പറയാം.